എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് വലിയ നേന്ത്രപ്പഴമാണ് എടുത്തത്. 5 എണ്ണം ഉണ്ട്. നല്ല വണ്ണമില്ല വലിയ നേന്ത്രപ്പഴം 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 4 അണി വെല്ലം എടുത്തിട്ടുണ്ട്. അത് നല്ല കറുത്ത ഇതുമാതിരിയിലെ വെല്ലം കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ പലഹാരം ആക്കിയാൽ കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ 4 അണി വെല്ലമാണ് എടുത്തത്. 3 വലുതും ഒന്ന് ഇതിൻ്റെ ഒരു 1/4 കഷ്ണവും ഉണ്ട്. അപ്പം അങ്ങനെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നതാണ് സേമിയ. ഇത് ഗോതമ്പിൻ്റെ സേമിയാണ്. നമ്മുടെ സാധാരണ സേമിയ മാതിരി ഒരുപാട് വണ്ണമില്ല. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വണ്ണം. അപ്പോൾ ഇത് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് ഞാൻ ഇതൊരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നതാണ് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ 2 ടീസ്പൂൺ പിന്നെ ഏലക്ക പഞ്ചസാരയും ചേർത്ത് പൊടിച്ചത്, പിന്നെ ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പഴം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഈ വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അത് രണ്ടും നമുക്ക് ചെയ്യാം. പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറം ഭാഗത്തെ കൂടി ഞാനൊരു കീറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പഴമൊക്കെ പുഴുങ്ങി എടുക്കുന്നതിൻ്റെ അടിയിൽ നമുക്ക് ആ വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ വെല്ലം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ പഴം ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം തോലൊക്കെ കളഞ്ഞ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ചെറുതായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം പുഴുങ്ങിയത് ഞാൻ ചൂടൊക്കെ ആറിയതിന് ശേഷം നന്നായി മിക്സിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരിയുണ്ട്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ അടിച്ചെടുക്കണ്ട, കുറച്ച് തരിയോടെ അടിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ സേമിയ, ഇതിന് വണ്ണം കുറഞ്ഞ സേമിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ അരിപ്പയിൽ കോരിയെടുത്തതാണിത്. ജസ്റ്റ് ഒന്ന് വേവിച്ചതേ ഉള്ളൂ. അപ്പോൾ സാധാരണ സേമിയാണെങ്കിൽ ഇതിനെക്കാട്ടിലും 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സേമിയക്ക് കുറച്ചേ വേവുള്ളൂ. നമ്മൾക്ക് അതിൻ്റെ കൂട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ പഴം ഉടച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം, എന്നാലും നമ്മൾക്ക് ഇളക്കി ഉടച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ പഴം ഉടച്ചത് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് വേവിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടതാണ് നമുക്ക് തേങ്ങാക്കൊത്ത്, അതുകൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കറുത്ത എള്ളുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ അല്ല 2 ടീസ്പൂൺ ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടുന്നതാണ് നെയ്യ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ വെല്ലത്തിൻ്റെ മിക്സ് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമാക്കി എടുക്കരുത്. നമുക്കിങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ആണ് നമുക്കിത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ കൂട്ടെല്ലാം ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തത്. ഇതിൽ കൂടുതൽ വെള്ളം ആക്കണ്ട. ഇതിൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വെല്ലം എടുക്കാം. മധുരം ഇച്ചിരി കുറച്ച് മാത്രമേ കഴിക്കുന്നുള്ളവർക്ക് വെല്ലം കുറച്ചിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്കൊരു പ്ലേറ്റിലേക്കോ ഒരു ബോണിയിലേക്കോ അതുപോലുള്ള പാത്രത്തിലേക്കോ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടൊഴിക്കുന്ന സമയത്ത് അതിലേക്ക് നെയ്യോ എണ്ണയോ ഒന്ന് തടയിട്ട് എടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്, സ്റ്റീലിൻ്റെ പ്ലേറ്റ്. അതിൽ ഞാൻ എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മൾക്ക് തിക്നെസ് എത്രയാണോ വേണ്ടുന്നത് അതിന് കണക്കായിട്ടുള്ള കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് പിന്നെ ഇതിലൊഴിച്ചിട്ട് എന്നാൽ 4 പാട് ആക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്കൊരു ഇഡ്ഡലി തട്ടിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നേന്ത്രപ്പഴവും സേമിയയും കൊണ്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു ആവിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, നല്ല പുഡിങ് മാതിരി നല്ലൊരു സോഫ്റ്റാണ്. അപ്പോൾ നല്ല ചൂടാറിയിട്ട് വേണം പിന്നെ വേറൊരു പാത്രത്തിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇതായി കാണുന്നത് പോലെ തന്നെ സോഫ്റ്റ് ഇല്ല മാതിരി തന്നെയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പാകത്തിന് മധുരമുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കളറ് കണ്ടില്ലേ, ആ വെള്ളം എടുക്കുന്ന സമയത്ത് കുറച്ച് കളറുള്ള വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മധുരം പിന്നെ വേണ്ടുന്നവർക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. അതുപോലെ തന്നെ കുറവ് വേണ്ടുന്നവർക്ക് അതുപോലെ കുറച്ചിട്ടും ചേർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ്, അതായത് രാവിലത്തെ ചായയുടെ കടിക്കൊപ്പം കഴിക്കാൻ പറ്റും, അതായത് വൈകുന്നേരത്തെ ചായയുടെ കടിക്കൊപ്പം കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.